ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിച്ചമ്മന്തിയാണ്. എരിവ് അധികമില്ലാത്ത കുറച്ച് മധുരവും പുളിയുമുള്ള ഒരു ചട്നിയാണ്. ദോശയ്ക്ക് വീട്ടിലേക്കും ബെസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 2 സവോള അരിഞ്ഞത്, 20-25 ചെറിയ ഉള്ളി ചേർത്ത് 3-4 മിനിറ്റ് വഴറ്റുക. സവോള ചെറുതായി ഗോൾഡൻ കളറായി വരും. ഇനി 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി അരിഞ്ഞത്, 1/2 കപ്പ് കറിവേപ്പില ചേർക്കുക. 2 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കി 1 മിനിറ്റ് വഴറ്റുക. നമുക്കിനി 2 ചേരുവകൾ കൂടി ചേർക്കാൻ ബാക്കിയുണ്ട്. 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ അത്ര തന്നെ ശർക്കര ചേർക്കാം. ഒരു മധുരവും പുളിയും കലർന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നന്നായി മിക്സ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ചൂട് വിട്ടുമാറിയതിന് ശേഷം ഒരു ഗ്രൈൻഡറിലിട്ട് ചെറുതായി അരച്ചെടുക്കുക. നമുക്ക് പേസ്റ്റ് ആയിട്ടല്ല കിട്ടേണ്ടത്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. കുറേ വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലേക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ സവോള ചട്നി റെഡി. ഈ സവോള ചട്നി എന്ത് ഫുഡിൻ്റെ കൂടെ വേണേലും കഴിക്കാട്ടോ. ചെറിയൊരു പുളിയും മധുരവും ഇഷ്ടമുള്ളവർക്ക് ഈ ചട്നി എന്തായാലും ഇഷ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.